നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും അതിനോടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണവും അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്നും നിയമപരമായ നടപടി ഉണ്ടാകുമെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഗർഭം ധരിച്ച സ്ത്രീയെ കൊന്നുകളയുമെന്ന് പറയുന്നത് വലിയ ക്രിമിനൽ രീതിയാണ്. എത്ര നാൾ രാഹുലിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളത് തന്നെയാണ്. ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് പോലെയുള്ള പ്രസ്താവനകൾ ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ്. ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ എല്ലാ മര്യാദകളെയും ലംഘിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഈ വിഷയത്തിൽ നിയമപരമായ നടപടികൾ ഉണ്ടായിരിക്കണം. ഒരു പൊതുപ്രവർത്തകനും ഇത്തരത്തിലുള്ള പ്രവർത്തികളെ ന്യായീകരിക്കാൻ പാടില്ല. അതേ, ഒരു പൊതുപ്രവർത്തകനും. പക്ഷെ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം ആഞ്ഞടിക്കുമ്പോൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും മുൻപ് സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ മറന്നുപോയോ? അദ്ദേഹം മറന്നുപോയോ? സ്വന്തം പാർട്ടിയിലെ സമാനമായ ക്രിമിനൽ ആരോപണങ്ങൾക്കെതിരെ ഇതേ നിലപാട് സ്വീകരിക്കാൻ പിണറായി വിജയനും LDFും കഴിഞ്ഞിട്ടുണ്ടോ? മുകേഷ് MLA, ഗണേഷ് കുമാർ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം കണ്ടത് ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ പ്രതികളെ സംരക്ഷിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്ന കാഴ്ചയാണ്. ഒരു സാധാരണക്കാരന് നീതി നിഷേധിക്കപ്പെടുകയും അധികാരം ഉപയോഗിച്ച് അത്തരം വിഷയങ്ങളെ മൂടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്ത എത്രയെത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പല കേസുകളിലും പ്രതികളെ ന്യായീകരിക്കാൻ സൈബർ പോരാളികളും പാർട്ടി നേതാക്കളും മുൻപന്തിയിലുണ്ടായിരുന്നു. സ്ത്രീകളെ അപമാനിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ കേസുകളിൽ പോലും പ്രതികൾക്ക് സംരക്ഷണം ലഭിച്ചു. പ്രതിപക്ഷ നേതാക്കളും സാധാരണ ജനങ്ങളും സംസാരിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നുണപ്രചാരണമാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ അതേ ഭരണകൂടമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നു, രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാന്യതയും ധാർമ്മികതയും ഉണ്ട്. അത് നഷ്ടപ്പെടുന്നെന്ന മനോവ്യത കോൺഗ്രസിനകത്തുണ്ട്. ഈ വാക്കുകൾക്ക് എത്രത്തോളം സത്യസന്ധതയുണ്ട്? പാർട്ടിയിലെ വനിതാ നേതാക്കൾക്കെതിരെ പോലും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ, അവരെ പൊതുസമൂഹത്തിൽ അപമാനിച്ചപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്ത് നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചത്? അന്നീ ധാർമ്മികത എവിടെയായിരുന്നു? എവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു? ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ, മറുവശത്ത് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട സ്വന്തം പാർട്ടി അംഗങ്ങളെ സംരക്ഷിച്ച ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഇരകളെ വീണ്ടും വേട്ടയാടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് ഈ ക്രിമിനൽ രീതികളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അന്ന് എന്ത് ചോദിച്ചാലും കടക്ക് പുറത്ത് എന്ന് അലമുറയിടുന്നു. ഇവിടെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല. രാഹുലിന്റെ വാക്കുകൾ തീർച്ചയായും തെറ്റാണ്. അതൊരു MLA വായിൽ നിന്നും വരാൻ പാടില്ലാത്ത വാക്കുകളാണ്. പക്ഷെ അത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തെ ഒന്നാകെ ആക്രമിക്കുന്ന ഭരണപക്ഷത്തിന്റെ ഇരട്ടത്താവും നമ്മൾ കാണാതെ പോകരുത്. പ്രതിപക്ഷ നേതാവിനെ പ്രകോപിതനായി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് പരിഹസിക്കുമ്പോൾ, സ്വന്തം പാർട്ടിയിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഇതേപോലെയുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് സമൂഹം ചോദിക്കുന്നുണ്ട്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തികൾക്ക് മാന്യതയും ധാർമ്മികതയും ഉണ്ടാകണം. അതെല്ലാവർക്കും ബാധകമാകുമ്പോൾ മാത്രമേ ഇത്തരം വിമർശനങ്ങൾക്ക് പ്രസക്തിയുള്ളൂ.